നമസ്കാരം എല്ലാവർക്കും AR7 മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ചിരട്ട വെച്ചിട്ട് ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് ഞാൻ പറയാം. ആദ്യം ഒരു ചിരട്ട വേണം, പിന്നെ കുറച്ച് സാൻഡ് പേപ്പർ വേണം. സാൻഡ് പേപ്പർ പഴയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഫയലിംഗ് വേണം, പിന്നെ ഒരു കത്തി വേണം. കത്തിക്ക് നല്ല മൂർച്ചം വേണം, എന്നാലേ ഇത് ഉപയോഗിക്കാനും പറ്റൂ. പിന്നെ ഏതും കളറുള്ള സ്കെച്ച് പെന്ന് വേണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കത്തി എടുത്തിട്ട് ഈ ചിരട്ടയിൽ ചെത്തി കൊടുക്കുക. അതിൻ്റെ നാരും കാര്യങ്ങളും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാൻഡ് പേപ്പർ എടുത്ത് വെച്ച് റബ്ബ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഒരുപാട് ടൈം വേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കത്തി വെച്ച് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. എനിവേ നമുക്ക് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഈ ഒരു പാർട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഈ ഒരു പാർട്ട് മാത്രം. ഇനി അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് സാൻഡ് പേപ്പർ എടുത്ത് വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഫിനിഷിങ് എത്തിക്കണം. ഓക്കെ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ റബ്ബ് ചെയ്യുക. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇനി നമുക്ക് പൊടികളൊന്നും തട്ടിക്കളയാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ ചാനലിൻ്റെ ലോഗോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ട്രേസ് എടുക്കണം. അതിന് ട്രേസ് എടുത്ത ശേഷം അത് കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ ട്രേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണെന്ന് പറയുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഒരു ചിരട്ടൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സാൻഡ് പേപ്പർ എടുത്ത് വെച്ചിട്ട് കുറച്ചും കൂടെ റബ്ബ് ചെയ്തിട്ട് ഇതാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ചിരട്ട വെച്ച് കട്ട് ചെയ്യുമ്പോൾ. പിന്നെ എൻ്റെ അടുത്ത് ടൂൾസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതുപോലത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്ലേഡ് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ആണ് ചെയ്യുന്നത്. ഭയങ്കര ഡേഞ്ചറാണ്. ഓക്കെ, ഞാൻ ഇത്രത്തോളം അങ്ങനെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചിരട്ട പൊട്ടിപ്പോയി. ഇപ്പോൾ രണ്ടാമത്തെ ചിരട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യത്തേത് പൊട്ടിപ്പോയി. ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും പൊട്ടിപ്പോകും. എന്തായാലും കുറേ ചിരട്ട വെച്ച് ചെയ്താലേ ഒന്ന് ശരിയാവുള്ളൂ. ഇനി നമുക്ക് റബ്ബ് ചെയ്തെടുക്കണം, ഒന്ന് ഫിനിഷിലേക്ക് എത്തിക്കണം. നല്ല നമ്മുടെ എല്ലാ ആരോഗ്യം വെച്ചിട്ട് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കാം. നല്ല ഹാർഡായിട്ട് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കാം. സാൻഡ് പേപ്പർ കുറച്ച് പഴയതായിപ്പോയി, പുതിയത് വാങ്ങിച്ചിട്ടില്ല. പഴയതായിപ്പോയി, അല്ലെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായേനെ. എനിവേ ഇത് നല്ല യൂസ്ഫുള്ളാണ്, കുഴപ്പമൊന്നും കാര്യങ്ങളില്ല. ഇനി നമുക്ക് അതിൻ്റെ മേലെയുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കത്തിയെടുത്തിട്ട് ചെത്തി കൊടുത്തിട്ട് സാൻഡ് പേപ്പർ എടുത്ത് വെച്ച് റബ്ബ് ചെയ്യാനേ ഉള്ളൂ. പക്ഷെ എന്നാലും അവിടെ കഴിഞ്ഞില്ല. നമുക്ക് ഇനി അത് കട്ട് ചെയ്തെടുക്കണ്ട, ഒരു ഷേപ്പിലേക്ക് എത്തിക്കണ്ടേ. ആ ലോഗോയിൽ കണ്ട ഷേപ്പിലേക്ക് എത്തിക്കാൻ കുറച്ചും കൂടെ പണിയുണ്ട്. ഇനി നമുക്ക് ഫയലിംഗ് എടുത്തിട്ട് ഇതുപോലെ റബ്ബല്ല നമുക്കിന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. കാരണം സൈഡ് ഭാഗങ്ങളെല്ലാം കിട്ടണ്ടേ, ഷേപ്പ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ആസ്ട്രോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു ആസ്ട്രോ ബ്ലേഡ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഫ്രെയിമില്ലാത്തതാണ്, അതുകൊണ്ട് ഒരു തുണിയെല്ലാം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇത്രത്തോളം ഞാൻ എത്തിച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട്. എന്നാലും കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ടായിട്ട് നല്ലൊരു പെർഫെക്ഷൻ അതിൽ കിട്ടും. ഇനി കുറച്ചും കൂടെ ഭാഗങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇനിയും നമുക്ക് തന്നെ ഇതുപോലെ ചെയ്ത് റബ്ബ് ചെയ്തിട്ടും ഇതുപോലെ ഫയലിംഗ് വെച്ചിട്ട് ചെയ്തിട്ടും ഒരുപാട് ഫിനിഷിങ് ഒരു ഷേപ്പിലേക്ക് എത്തിക്കാൻ ഒരുപാട് ചെയ്യാനുണ്ട് ഇനിയും. പിന്നെ നമുക്ക് സാൻഡ് പേപ്പർ എടുത്ത് വെച്ച് റബ്ബ് ചെയ്യാനുണ്ട്. എന്നാൽ സാൻഡ് പേപ്പർ എടുത്ത് വെച്ച് റബ്ബ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഷേപ്പിലേക്ക് കിട്ടും. അത് പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഇത്രത്തോളം ഞാൻ എത്തിച്ചിട്ടുണ്ട്, ഒരു ഷേപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്.
ഓക്കെ, ഞാൻ ഇത്രത്തോളം റബ്ബ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം, എന്നാലേ കുറച്ചും കൂടെ ഒരു ഭംഗി കാണത്തുള്ളൂ. നല്ലൊരു മെഷീനും കാര്യങ്ങളും, ഇപ്പോൾ ഒരു കട്ടർ മെഷീനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആകുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു ഷേപ്പിലേക്ക് അങ്ങനെ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഷേപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുപ്പിച്ചില്ല് എടുക്കണം. കുപ്പിച്ചില്ല് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സൈഡ് ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചുരണ്ടി കൊടുക്കണം. കാരണം അവിടെ ഇതെല്ലാം ഉണ്ട്, ഒരു കട്ട് ചെയ്ത ഭാഗങ്ങളുണ്ട്, അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ വർക്ക് അങ്ങ് കഴിഞ്ഞു. ഇനി നമുക്കതങ്ങ് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. ഒട്ടിച്ചു കൊടുക്കുന്ന മുമ്പ് കുറച്ചും കൂടെ ഫിനിഷ് ആക്കാൻ പറ്റുവാണെങ്കിൽ ആക്കിക്കോ. നല്ലൊരു ഭംഗി നമുക്കതിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ലോഗോൻ്റെ ഷേപ്പ് ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ആക്കിയത്. പല ഷേപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കുന്നത് കീ ചെയിനാണ്. ഞാൻ ഇതിനു മുമ്പ് 2 കീ ചെയിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഷേപ്പില്ലാത്തൊരു കീ ചെയിനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ സ്വന്തം രൂപത്തിൽ, ഇതിപ്പോൾ എൻ്റെ ലോഗോയിലുള്ള രൂപത്തിലുള്ളൊരു കീ ചെയിൻ ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. അത് ചിരട്ട വെച്ചിട്ട്. ഇനി നമുക്ക് കീ ചെയിൻ്റെ റിങ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഓട്ട അതിൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് നമുക്കിങ്ങനെ ഓട്ട ഉണ്ടാക്കി കൊടുക്കാം, എന്നാലേ അത് ഓട്ടയെ കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. കൈക്കൊന്നും തട്ടരുത്, കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര ഡേഞ്ചറാണ്. ഇങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടികളാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട്, ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെ ഈ ഒരു ഓട്ട ഞാനങ്ങനെ എത്രത്തോളം എത്തിച്ചിട്ടുണ്ട്. ഒരു ആണി എടുത്തതിന് കുത്തുമ്പോൾ ഒരു ഓട്ടയായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ വർക്ക് അങ്ങനെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര നേരം ഒരുപാട് നേരം റബ്ബ് ചെയ്ത് ആക്കിയെടുത്ത് ഇനി കുറച്ചും കൂടെ റബ്ബ് ചെയ്തെടുത്താൽ നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരാം. എത്രത്തോളം റബ്ബ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അതിൽ ഭംഗി ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ആ സ്റ്റിക്കറൊന്ന് പറിക്കണം. ആ സ്റ്റിക്കർ പറിച്ചിട്ട് നമുക്കതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ആ സ്റ്റിക്കർ അങ്ങ് പറിച്ച് നമുക്ക് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഷേപ്പിൽ നോക്കി നമുക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാവും ഇത്രത്തോളം എനിക്ക് റബ്ബ് ചെയ്തിട്ട് ഷേപ്പിലൊക്കെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരു മിഷനും പോലും എൻ്റെ കയ്യിലില്ല. എല്ലാവരും നമ്മുടെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ടാണ് ചെയ്തത്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്, ഒന്നും മിഷൻ വെച്ചിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കീ ചെയിൻ, ഉണ്ടാക്കിയ കീ ചെയിൻ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.